നമ്മളിപ്പോൾ പഠിച്ച 6 പ്രോപ്പർട്ടീസ് കൂടാതെ നമ്മൾ +1 പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രിയുടെ ചില ഇക്വേഷൻസ് അതിൽ നിന്ന് നമുക്ക് പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാക്കാം. അതായത് cos 2x cos square x മൈനസ് സൈൻ സ്ക്വയർ എന്നാണെന്ന് +1 പഠിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ 2x വന്നപ്പോൾ ഇവിടെ cos square x മൈനസ് സൈൻ സ്ക്വയർ x. ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ അതിൻ്റെ പകുതിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതേ ഐഡിയ വെച്ച് നമുക്ക് cos x-നെ വേണമെങ്കിൽ cos സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 എന്ന് എഴുതാം. ഇവിടെ 2x വന്നപ്പോൾ ഇവിടെയൊക്കെ x വന്നേക്കണം. അപ്പോൾ അതിൽ ഇത് x ആണെങ്കിൽ ഇവിടെയൊക്കെ അതിൻ്റെ പകുതി വരും. സിമ്പിൾ ലോജിക്. അപ്പോൾ നമുക്ക് cos x-നെ ഇങ്ങനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. പിന്നെയുള്ള പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യേണ്ട പ്രോബ്ലംസിലൊക്കെ എവിടെയെങ്കിലും cos x കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ അതിനെ മാറ്റാം. ഇതുപോലെ sin 2x 2 sin x cos x ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ sin x ഇവിടെ sin 2x ഇവിടെ 2x വന്നപ്പോൾ ഇവിടെയൊക്കെ x ആ വന്നത്. അപ്പോൾ sin x-നെ വേണമെങ്കിൽ എനിക്ക് ഇത് ഉപയോഗിച്ച് മാറ്റാം. sin x ഈക്വൽ ടു 2 sin x/2 cos x/2 എന്ന് വേണമെങ്കിൽ മാറ്റാം. ഇനി ഇതുപോലെ cos സ്ക്വയർ x പ്ലസ് സൈൻ സ്ക്വയർ x 1 ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഐഡൻറ്റിറ്റിയാണ്. അതിൽ ഈ x ഏത് വാല്യൂ ആയാലും ഇത് ശരിയാണ്. സോ എക്സിൻ്റെ സ്ഥാനത്ത് x/2 വന്നാലും ഈ ഐഡൻറ്റിറ്റി കറക്റ്റാണ്. അതായത് വേണമെങ്കിൽ നമുക്ക് cos സ്ക്വയർ x/2 പ്ലസ് സൈൻ സ്ക്വയർ x/2നെ 1 എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ 3 റിസൾട്ടുകൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത 2 റിസൾട്ടുകളാണിത്. 1 മൈനസ് cos x എവിടെയെങ്കിലും കിടക്കണ കണ്ടാൽ, അതായത് 1ൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ ഇട്ട് കൊടുത്തു, cos x-ൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പോൾ 1 മൈനസ് cos x നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 2 സൈൻ സ്ക്വയർ x/2 എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇതുപോലെ എവിടെയെങ്കിലും 1 പ്ലസ് cos x കിടക്കുകയാണെങ്കിൽ അതിനെ 2 cos സ്ക്വയർ x/2 എന്ന് എഴുതാം. ഇത് നമുക്ക് ഈ ഒരു വാല്യൂസ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിൽ നിന്നാണ് അത് കണ്ടുപിടിച്ചത്. പക്ഷെ നമുക്ക് ഇനി പ്രോബ്ലംസ് വരുമ്പോൾ എളുപ്പത്തിന് ഇത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും റിസൾട്ടുകൾ പ്രോപ്പർട്ടീസിൻ്റെ കൂടെ തന്നെ ചേർത്ത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലംസിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ.